ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോകുന്നേ. ഇടയ്ക്കിടെ ഇങ്ങനെ ഞങ്ങൾ പോവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു യാത്രകളെല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർന്നാണ് ജീവിതം സന്തോഷമാകുന്നല്ലേ. ഇപ്പോൾ കുറേ കേൾക്കുന്നില്ലേ ആൾക്കാർ തമ്മിൽ ഡൈവേഴ്സ് ആകുന്നതും അവിഹിത ബന്ധവും അങ്ങനത്തെ കാര്യങ്ങളും കേൾക്കുന്നില്ല. അതിന് മുന്നേ ഞാൻ പറയാം, ഇത് കണ്ട ഞങ്ങളെ താമസിക്കുന്ന ഹൗസിംഗ് കോളനി, അതും കൂടി അത് നിങ്ങൾ മിക്കവാറും വീഡിയോകളിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. എന്നാലും നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ താമസിക്കുന്നതേ അങ്ങനെ ഭംഗിയുള്ള സ്ഥലത്താകുമ്പോലെ അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ ഇപ്പോഴേ ചെടികളും ഇതിലൊന്നും നിറയെ പൂക്കളില്ല കേട്ടോ. ആ മരങ്ങളിൽ അത് സീസണിൽ മാത്രം പൂക്കുന്ന മരമാണ്, അതുകൊണ്ടാണ്. പക്ഷേങ്കിൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് അടുത്തേക്ക് എത്തുമ്പം തന്നെ ഭയങ്കര ഒരു മനസ്സമാധാനമാണ്. നാട്ടിലൊക്കെ പോയി കറങ്ങി വന്ന് നമുക്ക് നമ്മളെ വീട് എത്തി എന്നുള്ളൊരു ഫീലിങ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എപ്പോഴും ഞാനൊരു കറിവേപ്പില ഭ്രാന്തി എന്ന് പറയാം, ഭ്രാന്തത്തി എന്ന് പറയാം. അത്രയ്ക്ക് കറിവേപ്പിലയോട് എനക്കൊരു ആക്രാന്തം ഇല്ലോണ്ടില്ലേ. എന്നെ എവിടെ പോകുമ്പോൾ കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ ശ്രീയേട്ടൻ പറിച്ചു തരും. അപ്പോൾ ഇത് ഹൈവേ റോഡ് വീതി കൂട്ടുന്ന കാരണമില്ലേ, റോഡ് സൈഡിൽ നിറയെ കറിവേപ്പില ഉണ്ടാവുക. നല്ല കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പില. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഇവിടുന്ന് കറിവേപ്പില പറിച്ചിട്ടാണ് പോവുക. ഒരുപാട് പറിക്കും. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളം ആറിയ ശേഷം നമ്മൾ ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് കാലം അതേപോലെ നിൽക്കുവേ, ഒന്നും ചീത്തയായി പോവാണ്ട് നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ തണലത്തിട്ട് ഉണക്കി ബോട്ടിലിട്ട് വെച്ചാലും പുറമേ തന്നെ വെച്ചാൽ മതി. നല്ലപോലെ ഉണക്കി വെച്ചാലും കറികളിലിടുമ്പോൾ അതേ ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. നല്ലൊരു കറിവേപ്പിലേൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇവിടെ നിർത്തിയാൽ എനിക്കെപ്പോഴും കറിവേപ്പില പറിച്ച് തരും. അങ്ങനെ നമ്മളെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് സാധിപ്പിച്ച് വരുമ്പം നമുക്കൊരു ഇഷ്ടം കൂടൂലേ. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നവർ, എൻ്റെ വീഡിയോ കാണുന്നവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നോട് ഇഷ്ടമില്ലേ, എനിക്കറിയുന്നതിനെ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. എന്നാലും ഞാൻ അങ്ങനെ പറയുമെന്ന് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു സക്സസ്ഫുള്ളായ കുടുംബജീവിതം എന്ന് പറയാം അല്ലേ. ചില ആൾക്കാരെ ചില ആൾക്കാരെ പറ്റി ചില ആൾക്കാർ പറയും വെറും അഭിനയമാണ്, ഇങ്ങനെ കാണുന്നതല്ലോ, അതൊക്കെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചേർന്ന് തന്നെയാണ് സന്തോഷകരമായ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പൊതുവെ അവരെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ച് തരുമ്പം അവരെ പാർട്ട്ണറോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. എൻ്റെ എല്ലാം ക്യാരക്ടർ എങ്ങനെയാണ്, എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ കറിവേപ്പില കാണുമ്പോൾ കറിവേപ്പില പറിക്കുക എന്ന് പറയുമ്പോൾ വേറെ പണിയില്ല എന്ന് പറഞ്ഞു. ആ വേറെ പണിയില്ല, കറിവേപ്പില ഇവിടെ നിർത്തി പറിക്കുക എന്നുള്ള രീതിയിൽ ഒരു അഹങ്കാരത്തോടെ പറയുമ്പം ആ വാക്കുകളിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ കുത്തും. അതെല്ലാം പിന്നെ ഒരു ദേഷ്യത്തിൻ്റെ ഒരു കാരണമൊക്കെ ആവും, കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ ഇഷ്ടം കൂടി വരും. അപ്പോൾ അങ്ങനെ ചെറിയ 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 ഇഷ്ടങ്ങളും ഇഷ്ടക്കേടും എല്ലാം വേണ്ടേ നമുക്ക് അല്ലേ. നല്ല അടിച്ചു പിരിയണം, എന്നിട്ട് പിന്നെ നന്നാവണം, അങ്ങനെയൊക്കെ വേണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സും അവിഹിതമെല്ലാം കേൾക്കുമ്പോഴേ ഒരു എന്തോ പോലെ. ഏതായാലും നമ്മൾ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ പോകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ രണ്ട് സ്വഭാവം ഇല്ലല്ലേ. പക്ഷേങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം ഉള്ളിൽ. സ്നേഹം തന്നെയാണെന്നോ അതിന് പറയാനല്ല, എന്തോ ഒരു സാധനം, ആ സാധനം നമ്മളെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതുണ്ടായാൽ പിന്നെ നമ്മൾ എത്ര അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞാലും എന്തായാലും നമ്മൾ ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലേ അല്ലേ. ഒരു കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞിട്ടാണ് കറിവേപ്പില ഇട്ടപ്പോൾ എൻ്റെ സന്തോഷം കണ്ട. ഈ സന്തോഷമാണ് ശ്രീയാണ്ട് വേണ്ടതും. പൈസ ചിലവൊന്നുമില്ലല്ലോ. അയ്യോ പാവം, ഒരു വെറുതെ കിടക്കുന്ന കറിവേപ്പിലല്ലേ എന്നെ പറിച്ചു കൊടുക്കാൻ പറയുന്നു, പറിച്ചു കൊടുത്തേക്കളയാ. അല്ലാണ്ട് ജ്വല്ലറി കാണുമ്പോൾ ശ്രീയേട്ടാ നിർത്ത്, എനിക്ക് സ്വർണ്ണത്തിൻ്റെ മാല വേണം, വള വേണമെന്നൊന്നുമല്ലല്ലോ പറയുന്നത്. ലക്ഷങ്ങൾ ചിലവാകുന്ന പരിപാടിയൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി
എൻ്റെ 2 കയ്യിൽ നോക്കിയാൽ ബൊക്ക പിടിച്ച പോലെ കറിവേപ്പിലയുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സന്തോഷത്തിന് അത് മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നും കൂടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കട്ടെ. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പോകുമ്പോൾ ഇപ്രാവശ്യം ശ്രീയേട്ടൻ തന്നെ പറഞ്ഞത് കേട്ടോ, എനിക്ക് എൻ്റെ വീട്ടിൽ തേങ്ങയിലുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ഇളനീരും തേങ്ങയൊക്കെ മേടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേങ്കിൽ തേങ്ങ ഞാൻ വാങ്ങും, എനിക്ക് കറിയിൽ തേങ്ങ വേണമല്ലോ. പക്ഷേങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ല. അന്ന് ശ്രീയേട്ടൻ പറഞ്ഞു, ഇത് കണ്ടപ്പോൾ പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോയാൽ പിന്നെ ഒന്നാമത് ഇളനീര് പറിക്കാൻ ആളെ കിട്ടില്ല, കുടിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വാങ്ങി കുടിക്കാണ്ട് വെള്ളവും കുടിച്ച് അവരോട് പറഞ്ഞു അതിൻ്റെ ഉള്ളിലെ മലായി ഇല്ലേ അത് ഇളക്കി തരാൻ പറഞ്ഞു. പകുതിക്ക് പകുതി അവർ അതിൽ തന്നെ വെച്ചിട്ടാണ് തരുന്നത്. പിന്നെ എന്നാലും ആ വെള്ളവും കുടിച്ച് അതും കഴിക്കുമ്പോഴത്തേക്ക് എന്താ ഒരാശ്വാസം. അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്ര ഞാൻ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തേത് ഒരുപാട് വീഡിയോ എന്താ എടുക്കാന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കിലെ യാത്രകൾ കാണിക്കുന്നില്ലേ, എന്നേരമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോലെ ഞങ്ങൾ കുഞ്ഞിക്കോഴീനെ വാങ്ങി, കളറിലെ കോഴിയില്ലേ, ആ കോഴീനെ ഒരാൾ ഇതിൽ സ്കൂട്ടറിൽ ബാക്കിലിങ്ങനെ കോഴീൻ്റെ ജാലിവല പെട്ടിയില്ലേ, പെട്ടി നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ പേട്ടി എന്ന് പറയും. പെട്ടിയിൽ നിറയെ കൊണ്ടുവന്നു പലതരമുള്ള കോഴികൾ കേട്ടോ. അതിൻ്റെ 4 മേടിച്ചപ്പോൾ എന്നും വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ പുറകെ തന്നെ വിട്ടിട്ട് പിന്നെയും നമ്മൾ വാങ്ങി. അങ്ങനെയൊക്കെ ഒരു രസം അല്ലേ, യാത്രയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് പിന്നെ കഴിച്ചു. കണ്ണന് പിന്നെ അധികം വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ പുറകിലിരിക്കുന്നുണ്ട്. അവൻ എന്നെ എടുക്കണ്ടാവുന്നത് അങ്ങനെ. ഇതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ്, വളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളെന്ന് പറയില്ലേ, അതൊക്കെയാണ്. വളഞ്ഞില്ല എന്ന് തോന്നട്ടോ, പച്ച കളറായി ഇപ്പം കാണുന്നത്. വളഞ്ഞാൽ നല്ല മഞ്ഞ കളർ കാണും. അപ്പോൾ നല്ല രസമായി ഇവിടുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് പ്ലെയിൻസാണ് കേട്ടോ, ഈ പഹാഡല്ല, പ്ലെയിൻസിലാണ്. അപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി നല്ലൊരു സുഖമാണ്. ജസ്റ്റ് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, കമൻ്റ് ഇടാൻ തോന്നിയിട്ടുണ്ടോ ഒന്ന് കമൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ, അതല്ലല്ലേ ഒരു സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.